രീതിയിലാണ് ഞരമ്പ് രോഗികളുടെ സ്വഭാവം പുറത്തുവരുന്നത്. കോഴിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബാങ്കിൽ വെച്ച് അശ്ലീല വീഡിയോ കാണിച്ചതായി പരാതി. സഹപാഠിക്കൊപ്പം സ്കൂളിലെ ആവശ്യത്തിനായി ബാങ്കിലെത്തിയപ്പോഴാണ് പെൺകുട്ടിക്ക് ദുരനുഭവം ഉണ്ടായത്. കുട്ടിയുടെ പരാതിയിൽ ബാങ്ക് ജീവനക്കാരനെതിരെ കോഴിക്കോട് വളയം പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. നാദാപുരം പാറക്കടവ് കേരള ബാങ്ക് ശാഖയിലെത്തിയ വിദ്യാർത്ഥിനിയെ അശ്ലീല വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചെന്ന പരാതിയിലാണ് ബാങ്ക് ജീവനക്കാരനെതിരെ വളയം പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തത്. കേരള ബാങ്കിലെ പാർട്ട് ടൈം സ്വീപ്പറായ നാദാപുരം സ്വദേശിക്കെതിരെയാണ് പരാതി. കഴിഞ്ഞ 19 ഉച്ചയ്ക്ക് 1:30 കേസിനാസ്പദമായ സംഭവം. സ്കൂൾ ആവശ്യത്തിന് സഹപാഠിക്കൊപ്പം ബാങ്കിലെത്തിയപ്പോൾ ജീവനക്കാരൻ മൊബൈലിൽ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ചെന്നാണ് ആരോപണം. പാസ്ബുക്കിന്റെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാൻ വന്നിരിക്കുന്നു. എന്നിട്ട് അവിടെ ചെന്നേരം തന്നെ ഇയാളെ നോട്ടോ പെരുമാറ്റമൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. വളരെ മോശമായ രീതിയിലായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനവിടെ കുത്തിനൊരു ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഓപ്പോസിറ്റുള്ള അക്കൗണ്ടിൽ കുത്തിട്ട് ഫോണിലൊരു അശ്ലീല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന. എന്നിട്ട് ആ ഫോണിൽ പിടിച്ച് ആ വീഡിയോ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ പെട്ടെന്ന് ഒന്ന് മിസ്റ്റേക്കായി പോയി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ മാനേജറെ പോയി കണ്ട് കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഒരാടെ തന്നെ ഒരു പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞ് ഒരു പരാതിയെല്ലാം എഴുതി കൊടുത്ത്. പ്രതിസ്ഥാനത്തുള്ളയാളെ സംരക്ഷിക്കാനുള്ള ശ്രമമുണ്ടെന്നും ബന്ധുക്കൾ ആരോപിച്ചു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ റൂറൽ എസ്പിക്കും പരാതി നൽകിയിട്ടുണ്ട്. എസ്പിയെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എസ്പി എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിക്കാം എന്നാണ് അറിയിച്ചത്. അവരതിന്റെ പിന്നിലുണ്ട് എന്നാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഒളിവിൽ പോയ പ്രതി കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ന്യൂസ് 18 വടകര.